പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാം വർഷ അക്കൗണ്ടൻസിയുടെ 7ാം അധ്യായം ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഈ ചാപ്റ്ററിനകത്ത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം, മെഷറി അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം, ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ക്ലാസ്സിനകത്തേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ഒരു ഇല്ലസ്ട്രേഷൻ ആണ് പരിചയപ്പെടുന്നത്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. On July 1st, 2020, Ashok Limited purchased a machine for rupees 1,08,000 and spent rupees 12,000 on its installation. At the time of purchase, it was estimated that the effective commercial life of the machine will be 12 years, and after 12 years its salvage value will be rupees 12,000. Prepare machine account and depreciation account in the books of Ashok Limited for first 3 years if depreciation is written off according to straight line method. Accounts are closed on 31st December every year. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് അശോക് ലിമിറ്റഡ് 2020 ജൂലൈ 1-ാം തീയതി 1,08,000 രൂപയ്ക്ക് ഒരു മെഷീനറി വാങ്ങിക്കുകയും 12,000 രൂപ അതിന് ഇൻസ്റ്റലേഷൻ ചാർജ് ചിലവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് കൊമേഴ്സ്യൽ ലൈഫ്, അതിൻ്റെ എഫക്റ്റീവ് ലൈഫ് 12 വർഷം എന്ന് പറയുന്നത്. 12 വർഷത്തിന് ശേഷം അതിന് 12,000 രൂപ സാൽവേജ് വാല്യൂ, സ്ക്രാപ്പ് വാല്യൂ ലഭിക്കുന്നതുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ മെഷീൻ അക്കൗണ്ട് ആൻഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട്, അതായത് മെഷീൻ അക്കൗണ്ടും ഡിപ്രിസിയേഷനും അക്കൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. ആദ്യത്തെ 3 വർഷത്തേക്കാണ്. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് പറയുന്നത്. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31st ഡിസംബറിലാണ് എല്ലാ വർഷവും. അപ്പോൾ നമ്മൾ ആദ്യം ഡിപ്രിസിയേഷൻ കാണാം. ഇപ്പോൾ ഡിപ്രിസിയേഷൻ കാണുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രിസിയേഷൻ ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. ഇപ്പോൾ ഒറിജിനൽ കോസ്റ്റ് ഒറിജിനൽ കോസ്റ്റ് മീൻസ് all expenses incurred for making an asset ready to use. ഒരു ആസ്തി നമ്മൾ ഒരു അസറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടി ചിലവാകുന്ന എല്ലാ തുകയും ഉൾക്കൊള്ളുന്ന കോസ്റ്റ് വരും. അപ്പോൾ കോസ്റ്റ് നമ്മളതിന് പർച്ചേസ് പ്രൈസ് ഉണ്ടാവും, പിന്നെ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ അത് കൂടെ അറിയണം, ഇൻസ്റ്റലേഷൻ ചാർജ്, അതുപോലെ എല്ലാ ചിലവുകളും. അപ്പോൾ ഒരു അസറ്റ് വാങ്ങിച്ചാൽ അത് ഉപയോഗപ്രദമാക്കാൻ വേണ്ടി ചിലവാകുന്ന എല്ലാ ചിലവുകളും ഉൾപ്പെടുന്നതാണ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പർച്ചേസ് പ്രൈസ് പറഞ്ഞാൽ 1,08,000 രൂപയാണ്. അത് കൂടാതെ 12,000 രൂപ ഇൻസ്റ്റലേഷൻ ചാർജ് കൂടി തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ഒറിജിനൽ കോസ്റ്റ് ഈക്വൽ ടു പർച്ചേസ് പ്രൈസ് പ്ലസ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ആണ്. ഈക്വൽ ടു 1,08,000 പ്ലസ് 12,000 ഈക്വൽ ടു 1,20,000. അപ്പോൾ 1,20,000 ആണ് ഒറിജിനൽ കോസ്റ്റ്. ഇനി നമ്മൾ ഡിപ്രിസിയേഷൻ വേണം. ഡിപ്രിസിയേഷൻ ഈക്വൽ ടു എന്ന് പറയുന്നു original cost 1,20,000 minus scrap value 12,000 divided by estimated life 12 years. And 1,20,000 minus 12,000 divided by 12, that's equal to 9,000. നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഡിപ്രിസിയേഷൻ അത് 1/9 രൂപയാണ്. ഓരോ വർഷം നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയതുകൊണ്ട് എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയാലും ഫിക്സഡ് എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത്. ഇത് നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോകാം. അതൊക്കെ വാങ്ങിക്കുന്ന എപ്പോഴാണ്? 2020 ജൂലൈ 1-ാം തീയതിയാണ്. ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ നമുക്കത് ജേണൽ എൻട്രി എന്താ വരുമോ? ഫസ്റ്റ് വാങ്ങിക്കുമ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് വരുന്നു? അസറ്റ് വരുന്നു. നമ്മൾ അതിന് പകരം ക്യാഷ് കൊടുക്കും അല്ലേ? അപ്പോൾ അസറ്റ് വരുമ്പോൾ അസറ്റിന്റെ വാല്യൂ കൂടും. അപ്പോൾ ഇവിടെ നമ്മൾ അസറ്റ് മെഷീനറിയാണ്. അപ്പം മെഷീനറിന്റെ വില കൂടും അല്ലേ? മെഷീനറിന്റെ വില കൂടും. അപ്പം മെഷീനറി കൂടുമ്പോൾ എന്ത് ചെയ്യണം? അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ അസറ്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക. നമ്മൾ എന്താ കൊടുക്കുന്നു? ക്യാഷ് അല്ലേ? ക്യാഷ് കൊടുക്കുമ്പോൾ ക്യാഷിലേക്ക് ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് ബാലൻസ് കുറയുമ്പോൾ അസറ്റാണ്, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനത് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഞാൻ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യണം. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തുകൊണ്ട് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. ഡെബിറ്റ് സൈഡിൽ എന്താണ് പോസ്റ്റ് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട്. ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട് ഇവിടെ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ആണ്. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെഷീനറി അക്കൗണ്ട് വരയ്ക്കാം. നേരത്തെ നമ്മൾ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഡേറ്റ് പർട്ടിക്കുലർ എമൗണ്ട്, അതുപോലെ ഡേറ്റ് പർട്ടിക്കുലർ എമൗണ്ട്. ഇത് നമ്മൾ പറഞ്ഞു മെഷീനറി ഡെബിറ്റ് ചെയ്തുകൊണ്ട് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് സൈഡാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ഡേറ്റ് ചെയ്യുന്നു 2020 ജൂലൈ 1.
പിന്നെ അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് അല്ലെ, ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ പേരാണ് ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് 1,20,000. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വർഷത്തിന്റെ അവസാനം അല്ലെ, വർഷാവസാനം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പൊ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ അസറ്റിന്റെ വാല്യൂ എന്താവും, അസറ്റിന്റെ വാല്യൂ കുറയും അല്ലെ. അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ മെഷീനറി അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ അസറ്റിന്റെ വാല്യൂ ഉണ്ടാകുന്നത് കുറവാണ്. അസറ്റിന്റെ വാല്യൂ ഉണ്ടാകുന്നത് കുറവാണെങ്കിൽ പറഞ്ഞാൽ ലോസ് അല്ലെ. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മളൊരു അസറ്റ് വാങ്ങിച്ചു, അതിന്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ 12 വർഷമാണ്. അപ്പൊ അതിന്റെ ചിലവായ തുക നമ്മൾ 12 വർഷത്തേക്ക് ഈക്വലി ഡിവൈഡ് ചെയ്യും. അപ്പൊ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ. അപ്പൊ ആ എമൗണ്ട് എല്ലാ വർഷവും എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യും. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യാൻ വരുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട്. അപ്പൊ അങ്ങനെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട്. അപ്പൊ അങ്ങനെ മെഷീനറി അക്കൗണ്ട് ഏത് സൈഡിലാണ് പോസ്റ്റ് ചെയ്യുന്നത്, മെഷീനറി അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് മെഷീനറി അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്, ഈ വർഷം 1ാമത്തെ വർഷമാണ്. 1ാമത്തെ വർഷം വാങ്ങിച്ചിരിക്കുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് ഡിസംബർ 31-നാണ്. അപ്പൊ അങ്ങനെ ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലാവധിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആദ്യത്തെ വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ ഒരു വർഷത്തേക്ക് 9,000 രൂപയാണ് ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജൂലൈ 1 മുതൽ ഡിസംബർ 31 6 മാസമാണ് വരുന്നത്. 1ാമത്തെ വർഷം 6 മാസത്തേക്കുള്ള ഡിപ്രീസിയേഷൻ മാത്രമേ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അതായത് 9,000 into 6/12. അതുകൊണ്ടാണ് 4,500 രൂപ ഇവിടെ നമ്മൾ ജേർണൽ എൻട്രിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് 1ാമത്തെ വർഷം 4,500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഡേറ്റ് ചെയ്ത് 2020 ഡിസംബർ 31. പിന്നെ അതിന്റെ എമൗണ്ട് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എമൗണ്ട് 4,500. ഇനി നമ്മളിത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 1,20,000 ക്രെഡിറ്റ് സൈഡിൽ മാറ്റിയിരുന്നു. 1,20,000 നമ്മൾ ചെയ്യുന്നു 4,500 രൂപ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു. 1,20,000 4,500 ലെസ് ചെയ്യുന്നു. നമുക്ക് വരുന്നത് 1,15,500 രൂപയാണ്. അപ്പോൾ അത് ക്രെഡിറ്റ് സൈഡിലാണ് കുറവ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് ക്രെഡിറ്റ് സൈഡ് വരുന്നു. അതിന് നേർക്ക് ബാലൻസ് CD വരുന്നു. ഡേറ്റ് ഡിസംബർ 31 ക്ലോസിംഗ് ഡേറ്റ്. ഇനി 2020 ഡിസംബർ 31 ക്ലോസിംഗ് ബാലൻസ് ആണ് ഇത്. ഇത് അടുത്ത വർഷം എന്തായിട്ട് മാറും, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാറും. അപ്പൊ നമുക്കറിയാം അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നു, ഇത് ഡെബിറ്റ് സൈഡ് നമ്മൾ കാണിക്കരുത്. അപ്പൊ നെക്സ്റ്റ് ഡേറ്റ് സൈഡ് ഡേറ്റ് വരുന്നത് 2021 ജനുവരി 1. ബാലൻസ് ബ്രോഡ് എമൗണ്ട് 1,15,500. ഇനി 1ാമത്തെ വർഷം കഴിഞ്ഞു. 2ാമത്തെ വർഷം നമ്മൾ ഈ അസറ്റ് എന്ത് ചെയ്തു, ഒരു വർഷം മുഴുവനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ വർഷാവസാനം എന്ത് ചെയ്യും, നേരത്തെ ചില പോലെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു മെഷീനറി അക്കൗണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു വർഷം മുഴുവനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് 9,000 ആണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ മെഷീനറി ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് മെഷീനറി അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് ചെയ്യുന്നു 2021 ഡിസംബർ 31. പർട്ടിക്കുലർ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എമൗണ്ട് 9,000. ഇനി നേരത്തെ ചെയ്ത പോലെ ഇത് ബാലൻസ് ചെയ്യുക. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്. 1,15,500. അതേ എമൗണ്ടിൽ നിന്ന് നമ്മൾ ക്രെഡിറ്റ് സൈഡും ടോട്ടൽ എഴുതുന്നു. നേരത്തെ ചെയ്തത് 1,15,500 9,000 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1,06,500 ആണ്. ഇത് എന്ത് ചെയ്യാം, ബാലൻസ് CD ഡേറ്റ് ഡിസംബർ 31. ഇപ്പൊ 2020 ഡിസംബർ 31 ക്ലോസിംഗ് ബാലൻസ് 1,06,500 ആണ്. അപ്പൊ ഇത് അടുത്ത വർഷം 2021 ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും. നമ്മൾ 2022 ജനുവരി 1 ബാലൻസ് പോകണം. നേരത്തെ പറഞ്ഞ പോലെ ഡെബിറ്റ് സൈഡാണ് ഇതിന്റെ 1,06,500. ഇനി അതുപോലെ തന്നെ ഈ വർഷം 3ാമത്തെ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ ജേർണൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട്. അപ്പോൾ അതിനെ മെഷീനറി അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. നേരത്തെ ചെയ്തു ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ് ചെയ്യുന്നു 2021 ഡിസംബർ 31. പർട്ടിക്കുലർ സ്കോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എമൗണ്ട് 9,000. നമ്മളിത് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതേ എമൗണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ 1,06,500 എടുക്കുന്നു. അപ്പോൾ 1,06,500 50,000 മൈനസ് ചെയ്യുക. അപ്പോൾ 97,500
500 വരും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബാലൻസ്. നമ്മളിവിടെ 3 വർഷത്തെ അക്കൗണ്ടാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് ചെയ്ത് 97,500 ആണ്. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർ സ്കോറിനകത്ത് ഇതേപോലെ ബാലൻസ് ചെയ്തിരുന്നു. ഡേറ്റ് ഡിസംബർ 30 തന്നെ. അപ്പോൾ ഇത്രയാണ് മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുന്നത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം. ഇനി നമുക്കിവിടെ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് കൂടി തയ്യാറാക്കണം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് നേരത്തെ മെഷീനറി അക്കൗണ്ട് പറഞ്ഞാൽ ഡേറ്റ് പർട്ടിക്കുലർ എമൗണ്ട്. അപ്പോൾ ഒന്നാമത്തെ വർഷം നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ ഞാനെന്റെ പറഞ്ഞത് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട് ആണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ നമ്മളിവിടെ ഡെബിറ്റ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡാണ് എഴുതുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡ് ഒന്നാമത്തെ വർഷം നമ്മൾ നേരത്തെ പറഞ്ഞത് 4,500 രൂപയാണ് ചാർജ്. കാരണം 6 മാസമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ വർഷം 4,500 രൂപയാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നമ്മൾ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഡേറ്റ്. അപ്പോൾ ഒന്നാമത്തെ വർഷം നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് 2020 ഡിസംബർ 31. അപ്പോൾ ഡേറ്റ് 2020 ഡിസംബർ 31. പർട്ടിക്കുലർ സ്പോട്ടിനകത്ത് മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് ചെയ്ത മെഷീനറി അക്കൗണ്ട് ആയതുകൊണ്ട് മെഷീനറി അക്കൗണ്ട് എഴുതുന്നു. എമൗണ്ട് 4,500. Depreciation is an expense. So all expenses are closed at the end of the accounting period by transferring to profit and loss account. അപ്പോൾ എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ചെയ്യണം വർഷാവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. അവസാനം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കി വെക്കുക. എല്ലാ എക്സ്പെൻസും എന്ത് ചെയ്യണം അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കാരണം നമ്മൾ ഒരു വർഷത്തേക്ക് മാത്രമാണ് എക്സ്പെൻസ് വരുന്നത്. അടുത്ത വർഷം വേറെ എക്സ്പെൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒരു വർഷത്തിലുള്ള എക്സ്പെൻസ് ആയ വർഷത്തെ അക്കൗണ്ടിൽ തന്നെ മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം മാച്ച് ചെയ്യുമെന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻസും മാച്ച് ചെയ്യണമെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്ത് അപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ട് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്ത് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്. അപ്പോൾ ഞാൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തതുകൊണ്ട് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഡെബിറ്റ് ചെയ്ത അക്കൗണ്ട് ഡെബിറ്റ് അക്കൗണ്ട് ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് ക്ലോസിംഗ് ഡേറ്റ് ആണ് 2020 ഡിസംബർ 31. പർട്ടിക്കുലർ സ്കോറിനകത്ത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എമൗണ്ട് 4,500. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒരേ എമൗണ്ട് ആണ്. അപ്പോൾ ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം ജസ്റ്റ് രണ്ട് സൈഡും ഒരു എമൗണ്ട് താഴെ ഒരു ഡബിൾ ലൈൻ വരച്ചിട്ട് അതോട് ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമത്തെ വർഷം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഞാൻ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ 9,000 എടുക്കുന്നത്. നേരത്തെ പറഞ്ഞു നേരത്തെ 6 മാസമാണ് ഉപയോഗിച്ചത്. പക്ഷേ രണ്ടാമത്തെ വർഷം മുതൽ എന്ത് ചെയ്യും മുഴുവൻ വർഷവും ഉപയോഗിക്കുന്നത് കൊണ്ട് ഫുൾ എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഡിപ്രിസിയേഷൻ ഡെബിറ്റ് ചെയ്തുകൊണ്ട് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ഇയർ ക്ലോസ് ചെയ്യുന്നത് 2021 ഡിസംബർ 31. ഇപ്പോൾ ഡേറ്റ് 2021 ഡിസംബർ 31. പർട്ടിക്കുലർ സ്കോറിനകത്ത് മെഷീനറി എമൗണ്ട് 9,000. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു എല്ലാ എക്സ്പെൻസും ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഡിപ്രിസിയേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റ് സൈഡാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഡേറ്റ് ചെയ്ത് 2021 ഡിസംബർ 31. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എമൗണ്ട് 9,000. അപ്പോൾ ഇതും രണ്ട് സൈഡും ഈക്വൽ എമൗണ്ട് ആണ് വരുന്നത്. അതുകൊണ്ട് രണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ലൈൻ വെച്ചിട്ട് അവിടെ ക്ലോസ് ചെയ്യാണ്. നെക്സ്റ്റ് തേർഡ് ഇയറിലാണ് മൂന്നാമത്തെ വർഷം ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡിപ്രിസിയേഷൻ ചാർജ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട് എമൗണ്ട് 9,000 ആണ്. മൂന്നാമത്തെ വർഷം നമ്മൾ ഡിപ്രിസിയേഷൻ ഡെബിറ്റ് സൈഡാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡെബിറ്റ് സൈഡ് 2022 ഡിസംബർ 31 ഡേറ്റ് ചെയ്യുന്നു. പർട്ടിക്കുലർ സ്കോറിനകത്ത് മെഷീനറി അക്കൗണ്ട് എമൗണ്ട് 9,000. ഇനി വർഷാവസാനം നമ്മൾ പറഞ്ഞു ലാസ്റ്റ് എന്ത് ചെയ്യുന്നു ഡിപ്രിസിയേഷൻ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞ അതേ ഞാൻ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എഴുതുന്നു. ഇപ്പോൾ ഡേറ്റ് 2022 ഡിസംബർ 31. പർട്ടിക്കുലർ സ്കോറിനകത്ത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എമൗണ്ട് 9,000. അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് സൈഡും ഈക്വൽ എമൗണ്ട് ആയതുകൊണ്ട് ഒരു ഡബിൾ ലൈൻ വരച്ചിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക ഒരു ഡിപ്രിസിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്
ആ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതിനു ശേഷം എങ്ങനെയാണ് മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കുന്നത്, അതുപോലെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് പഠിച്ചത്. ഇത്രയും സമയം എൻ്റെ ഈ ക്ലാസ് ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും നന്ദി. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.